നമസ്കാരം സാർ. നമസ്കാരം. ഇങ്ങനൊരു അഭിമുഖം എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ത്രില്ലിലും എന്നാൽ സംഘർഷത്തിലുമാണ് ഞാൻ. അഭിനേതാവായാണ് ഞാൻ സാധാരണ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ഇപ്പോൾ അങ്ങേ അഭിമുഖം ചെയ്യുക എന്ന ദൗത്യവുമായി ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ എനിക്കും അതേറെ പുതുമയുള്ള ഒരു അനുഭവമായി മാറുകയാണ്. അങ്ങേപോലെ ഒരു മഹാനേതാവിനെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നാലോചിക്കുന്നതിനിടയിലാണ് ഞാൻ അങ്ങേ ആദ്യം കണ്ടത് എന്നോർത്ത് നോക്കിയത്. കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനെയും പോലെ വർഷങ്ങൾക്കിടെ നിരവധി തവണ ഞാൻ അങ്ങേ നേരിട്ടും അല്ലാതെയും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യം കണ്ടത് എന്നാണെന്ന് സ്വാഭാവികമായി എനിക്ക് ഓർത്തെടുക്കാനായില്ല. എന്തായാലും ഒരു 30 വർഷത്തെ ബന്ധമെങ്കിലും ഉണ്ടാകും. പക്ഷെ അവസാനം കാണുന്നത് ഇപ്പോഴാണ്, അതെനിക്കറിയാം. സാർ, നമുക്ക് വളരെ ലഘുവായ രീതിയിൽ നമുക്ക് ഈ അഭിമുഖം അല്ലെങ്കിൽ അഭിമുഖ സംഭാഷണം തുടങ്ങാം. ഞാനൊരു പാട്ടിൻ്റെ 4 വരി പാടാം. അതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇത് ഞാൻ അങ്ങേക്ക് നൽകുന്ന ഒരു ആദരമാണ്. പാടട്ടെ? കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാം എൻ കേരളം. എൻ്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. അല്ല, ഇതിൻ്റെ പുറകിലെ ഒരു നല്ല ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങും എനിക്ക് 4 വരി പാടിത്തരണം. വേണ്ട, വേണ്ട. പിന്നെ നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ ഇടയ്ക്കോ അത് അവസാനിക്കുമ്പോഴോ എന്തെങ്കിലും. സാർ, ഞാൻ സിനിമയിൽ വന്നിട്ട് 48 വർഷമായി. അതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സാർ, ആദ്യമായി കണ്ട സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അത് വളരെ ചെറുപ്പത്തിലുള്ളതായതുകൊണ്ട് അത്ര ഓർമ്മയില്ല. ഇല്ല. അത് നാട്ടിൽ വെച്ചായിരിക്കും കണ്ടത്. അതെ, അന്ന് ചെറിയ ടാക്കീസുകൾ നാട്ടിലുണ്ടാവുമല്ലോ, അതിന്റെ ഭാഗമായിട്ട് കണ്ടതാണ്. ഉത്തര കേരളത്തിലെ ഒരു നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന ആളാണ് സാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? അങ്ങേക്ക് സഹോദരി സഹോദരന്മാരുണ്ടായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും. എനിക്ക് 2 സഹോദരന്മാരാണ് ഉണ്ടായത്. പക്ഷെ എൻ്റെ അമ്മ പ്രസവിച്ചത് 14ാമത്തെ കുട്ടിയാണ് ഞാൻ. ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു പോയിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ. പിന്നെ 2 സഹോദരങ്ങൾ, മൂത്തവർ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 3 പേരാണ് ഞങ്ങളുണ്ടായത്. അമ്മയും അച്ഛനും ഒക്കെ ഈശ്വര വിശ്വാസികളായിരുന്നു. സന്ധ്യാനാമമൊക്കെ ചൊല്ലാറ് പതിവുണ്ടായിരുന്നു. ഈശ്വര വിശ്വാസികളും വലിയ തോതിലുള്ള ഈ അന്നത്തെ കാലത്ത് ഭൂതപ്രേത കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള കാലമാണ്. അതെ അതെ. അപ്പോൾ അതിനൊക്കെ വല്ലാതെ വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതിൽ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഈ വിശ്വാസങ്ങൾ കൊണ്ടു നടന്നിരുന്നത്. അച്ഛനും വിശ്വാസി തന്നെയാണ്, പക്ഷേ അത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കുട്ടിക്കാലത്ത് ഏറ്റവും സന്തോഷകരവും സങ്കടകരവുമായ ചില സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അങ്ങേക്കും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അവയൊക്കെ അങ്ങയുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്? അതിൽ വലിയ തണലായിട്ട് അമ്മ തന്നെയാണ് ഉണ്ടായത് എല്ലാ കാര്യത്തിലും. സാധാരണ നിലക്ക് നല്ല കരുതലോടെ എന്നെ വളർത്തുന്നതിൽ അമ്മ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തിന് അന്നത്തെ കാലം എല്ലാവരും പഠിക്കുന്ന കാലമല്ലല്ലോ, പിന്നെ പഠനം തുടരണമെന്നും ആഗ്രഹിക്കുന്ന കാലമല്ല. ഒരു 5ാം തരം ആവുമ്പോൾ പഠനം അവസാനിപ്പിക്കുക. അന്ന് നാട്ടിൽ ധാരാളം ഉള്ളത് ബീഡി കെട്ടാണ്. ബീഡി തൊഴിലിന് പോവാം, ബീഡി കെട്ടാൻ പോകും. കുട്ടികൾ പോയിട്ട് ബീഡി ഇങ്ങനെ കെട്ടിക്കൊടുക്കും, നൂല് കെട്ടി. അതിന് പിന്നെ ഈ ചെന്നൈ ആൾക്കാർ പറഞ്ഞു കുട്ടി പഠിക്കട്ടെ. അപ്പോൾ അതറിഞ്ഞിട്ട് സ്കൂളിലെ പ്രധാന അധ്യാപകനും മാനേജറുമായിട്ടുള്ള അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അവനെ ഇപ്പം അതിനൊന്നും വിടരുത്, നമ്മൾ പഠിപ്പിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് LP സ്കൂൾ കഴിഞ്ഞിട്ട് UP സ്കൂളിൽ ചേരുന്നത്.
UP സ്കൂളിൽ ചേർന്നപ്പോൾ ഒരു പ്രധാന കാര്യമുണ്ടായി. അവിടെ ഒരു മലയാളം അധ്യാപകൻ, മലയാളം വിദ്വാൻ, മുൻഷി എന്നാണ് നമ്മൾ സാധാരണ പറയുക, മുൻഷി മാഷ്. അദ്ദേഹം എന്നോടൊരു ദിവസം ചോദിച്ചു, നിൻ്റെ നക്ഷത്രത്താ? അപ്പോൾ അന്ന് എനിക്കറിയാവുന്ന നക്ഷത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതായിരിക്കില്ല എന്ന് അദ്ദേഹം എന്നോട് പറയാണ്, നിൻ്റെ അമ്മയോട് വരാൻ പറയണമെന്ന്. അങ്ങനെ അമ്മ ചെന്നു. അപ്പോൾ അത് തന്നെ ഒരു നാട്ടിൽ വാർത്തയായി, മുൻഷി മാഷ് അമ്മയെ വിളിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത. അങ്ങനെ ചെന്നപ്പോൾ എപ്പോഴായിരുന്നു പ്രസവിച്ചത്, ഏതാ സമയം എന്നൊക്കെ ചോദിച്ചു. ആ കാലത്ത് വലിയ കൃത്യതയില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് എന്നത് മാത്രമേ അമ്മയ്ക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നക്ഷത്രം ഉച്ചയോടുകൂടി അവസാനിച്ചിരിക്കുന്നു, പിന്നെ പുതിയ നക്ഷത്രമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഇവൻ്റെ നക്ഷത്രം, ഞാൻ ജാതകം എഴുതിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുതുന്ന ജാതകം അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു ഒരു ദീർഘകാലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടം വരെ പഠിപ്പിക്കണം, തോറ്റാൽ നിർത്തിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പഠനം തുറന്നു പോകുന്നതിന് ഇടയാകുന്നത്. ESLC ഉണ്ടായിരുന്നു, 8ാം തരത്തിൽ ESLC എന്ന് പറയുന്ന പബ്ലിക് എക്സാമിനേഷൻ. അതിൽ ഞങ്ങൾ 3 കുട്ടികളായിരുന്നു അവിടുന്ന് പാസ്സായത്. പഠനത്തിന് പിന്നെ മറ്റ് പിന്തുണയൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ വായിക്കുന്നെങ്കിൽ വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. വീട്ടിൽ സഹായമില്ല, അയൽവക്കങ്ങളിലും സഹായം കിട്ടാനില്ല. കാരണം ആരും അങ്ങനെ പഠനമായിട്ട് ബന്ധപ്പെട്ടവർ ഇന്നത്തെ സമൂഹത്തിനെ പോലെയല്ലാരും. അപ്പം അതിലൊക്കെ പക്ഷേ വലിയ സ്നേഹസമ്പന്നരാണ് എല്ലാവരും, എല്ലാ കാര്യങ്ങളിലും നല്ല സ്നേഹമാണ്. അതാണ് അതിൻ്റെ ഒരവസ്ഥ. സാറ് വളരെ അടുത്ത കൂട്ടുകാരുണ്ടായിരുന്നിരിക്കാം. അങ്ങ് പഠനത്തിൽ മാത്രമാണോ അതോ കളികളിലും കായിക മികവിലും ഒക്കെ ഉണ്ടായിരുന്നോ, അതോ വായനയോ കലാപ്രവർത്തനം അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ചെറുപ്പകാലത്ത് എല്ലാവരും കളിക്കുമല്ലോ, ഇന്നത്തെ പോലെ എല്ലാവരും എല്ലാ കളിയും വന്ന് പിന്നെ കുട്ടികൾ വലിയ കളിയല്ലേ സാധാരണ. ആ കളികളിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനം ഒന്ന് ഫുട്ബോളായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിലൊരു വലിയ ബോൾ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് നടന്നു. ആ ടൂർണമെൻറ്റ് കണ്ടപ്പോൾ നമുക്കൊരു ചെറിയ കുട്ടികളാണല്ലോ, ഒരു ആവേശം. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, നാണു, രാജൻ എന്ന് പറഞ്ഞ 2 പേര്. ഞങ്ങളെല്ലാം കൂടി ഒരു കളി തുടങ്ങി. അപ്പോൾ അതിന് ബാറ്റില്ല. അപ്പോൾ ഓലയുടെ അടിഭാഗമില്ല, അതിൻ്റെ മടൽ ഇങ്ങനെ കുറച്ച് വീതി ഉണ്ടാവും, അത് വെച്ചിട്ടായി കെട്ടിയ ബോളിൽ കളി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ബാറ്റിൽ കളിയായി. അങ്ങനെ ബോൾ ബാഡ്മിൻ്റൺ പിന്നെ ഞങ്ങൾ കളിക്കുകയായിരുന്നു, നല്ലതുപോലെ കളിക്കുമായിരുന്നു. അവരൊക്കെ സ്റ്റേറ്റിൽ നല്ലതുപോലെ കളിച്ചവരാണ്. ഈ നാണു എന്ന് പറയുന്ന ആൾ സ്റ്റേറ്റിന് റെഫറി ആയിട്ടൊക്കെ പിന്നീട് കുറേ കാലം പോയതാണ്. അങ്ങനെ ബോൾ ബാഡ്മിൻ്റൺ കൂടി കളിക്കുകയായിരുന്നു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.